ഹായ് ആൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരാളിപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, നമ്മൾ ആരുടെത്തെങ്കിലും ഒരു സജഷൻ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പൊതുവേ പറയുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട്, സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുണ്ട്. അതായത് സാംസങ്, ഷവോമി, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫോൺസ് ഉണ്ട്. ഓപ്പോൻ്റെ ഫോൺസ് ആയിരിക്കാം, വിവോ ആയിരിക്കാം, അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ ഫോൺസ് ആയിരിക്കാം, ഹുവാവേയുടെ ഫോൺസ് ആയിരിക്കാം. സോ ഇതൊക്കെ പറയുമെങ്കിലും ചില ആളുകൾക്ക് ചില ബ്രാൻഡുകൾ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. അതായത് ചില ആളുകൾ സാംസങ് ഫോൺസേ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചില ആളുകൾ ഷവോമി ഫോൺസേ യൂസ് ചെയ്യുള്ളൂ. അവർക്ക് അവരുടെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്ന കുറച്ച് ബ്രാൻഡുകളൊക്കെ ഉണ്ടായിരിക്കും. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 3 കിഡിലൻ ഫോൺസിനെ കുറിച്ചാണ്. അതായത് ഹുവാവേയുടെ സബ് ബ്രാൻഡായ ഹോണറിന്റെ 2 ഫോൺസും, അതുപോലെ വിവോന്റെ ഒരു പുതിയ സബ് ബ്രാൻഡ് ആയിട്ടുള്ള ഐക്യു എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ഫോണിനെ കുറിച്ചുമാണ്. സോ നമുക്ക് ഫോൺ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഫോണാണ് ഹോണർ 9X Pro. 6.59 ഇഞ്ചസ് LTPS IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇത്. ആൻഡ്രോയിഡ് 9 Pie ബേസ്ഡ് കസ്റ്റമൈസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിനുള്ളത്. ഹൈ സിലിക്കൺ കിറിൻ 810 ആണ് പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഒക്ടാകോർ പ്രോസസ്സറാണ്. മാലി G52 MP6 ആണ് GPU വരുന്നത്. കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. 8GB റാം 128GBയും 8GB റാം 256GBയുമാണ് ഇന്റേണൽ മെമ്മറി വരുന്നത്. ട്രിപ്പിൾ ക്യാമറയാണ് ഈ ഫോണിന് ബാക്കിൽ വരുന്നത്. 48 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും 16 മെഗാ പിക്സലിന്റെ മോട്ടറൈസ്ഡ് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. ടൈപ്പ് സി പോർട്ടാണ് ഫോണിൽ വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിന് വരുന്നുണ്ട്. 4000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി ഉള്ളത്. 10 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. മിഡ് നൈറ്റ് ബ്ലാക്ക്, ഫാൻറ്റം പർപ്പിൾ എന്നീ 2 കളേഴ്സിലാണ് ഫോൺ വരുന്നത്. രണ്ടാമത്തെ ഫോണാണ് IQ 3 5G. 6.4 ഇഞ്ചസ് സൂപ്പർ അമോലഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 6 പ്രൊട്ടക്ഷൻ ഉണ്ട്. 180 ഹെർട്സിന്റെ ടച്ച് സെൻസിംഗ് ഡിസ്പ്ലേ ഇതിലുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് കസ്റ്റമൈസ്ഡ് OS ആയ IQ UI 1.0 ആണ് ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 ആണ് പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഒക്ടാകോർ പ്രോസസ്സറാണ്. അഡ്രീനോ 650 ആണ് GPU വരുന്നത്. കാർഡ് സ്ലോട്ട് അവൈലബിൾ അല്ല. 6GB റാം 128GBയും 8GB റാം 128GBയും 8GB റാം 256GBയും 12GB റാം 128GBയും 12GB റാം 256GBയുമാണ് ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. ക്വാഡ് ക്യാമറയാണ് ഫോണിന് ബാക്കിൽ വരുന്നത്. 48 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 13 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും 13 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും 16 മെഗാ പിക്സലിന്റെയാണ് സെൽഫി ക്യാമറ വരുന്നത്. ടൈപ്പ് സി പോർട്ടാണ് ഫോണിന് വരുന്നത്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഇതിലുള്ളത്. 4400 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 55 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 30 മിനിറ്റിനുള്ളിൽ 50% ചാർജ് ആകും. വോൾക്കാനോ ഓറഞ്ച്, ടൊർണാഡോ ബ്ലാക്ക്, സിൽവർ എന്നീ കളേഴ്സിലാണ് ഈ ഫോൺ അവൈലബിൾ ആകുന്നത്. മൂന്നാമത്തെ ഫോണാണ് ഹോണർ വ്യൂ 30. 6.57 ഇഞ്ചസ് IPS LCD ഡിസ്പ്ലേ ആണ് ഈ മോഡലിന് വരുന്നത്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള മാജിക് UI 3 ആണ് ഫോണിന് വരുന്നത്. ഹൈ സിലിക്കൺ കിറിൻ 990 ആണ് പ്രോസസ്സർ വരുന്നത്. ഒക്ടാകോർ പ്രോസസ്സറാണ് ഇത്. മാലി G76 MP16 ആണ് GPU വരുന്നത്. കാർഡ് സ്ലോട്ട് അവൈലബിൾ അല്ല. 6GB റാം 128GBയും 8GB റാം 128GBയുമാണ് ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറയാണ് ഫോണിന്റെ ബാക്കിൽ വരുന്നത്. 40 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും. ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. 32 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും. ടൈപ്പ് സി പോർട്ടാണ് ഫോണിന് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. 4200 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ മോഡലിനുള്ളത്. 40 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഓഷ്യൻ ബ്ലൂ, മിഡ് നൈറ്റ് ബ്ലാക്ക്, ഐസ്ലാൻഡിക് ഫ്രോസ്റ്റ്, സൺറൈസ് ഓറഞ്ച് എന്നീ കളേഴ്സിലാണ് ഈ ഫോൺ അവൈലബിൾ ആകുന്നത്. ഇന്നിപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ 3 ഫോൺസും ഇറങ്ങിയിട്ടില്ല. ബട്ട് ഈ മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഫോൺസാണ്, മോഡൽസാണ് ഞാനിന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓണറിൻ്റെ തന്നെ ഹുവാവേയുടെ ഓണറിൻ്റെ 2 ഫോൺസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്, ഓണർ 9X Pro എന്ന് പറഞ്ഞ മോഡലിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 22,000 ആണ് പറയുന്നത്. എന്നാൽ ഓണറിൻ്റെ തന്നെ വ്യൂ 30 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡലിന് വരുന്നത് 33,000 ആണ്. ഇതിൽ ഞാൻ വിവോൻ്റെ ഒരു സബ് ബ്രാൻഡ് ആയിട്ടുള്ള പുതിയ സബ്
ബ്രാൻഡ് ആയിട്ടുള്ള iQ3 5G എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മോഡലിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 44,000 ആണ്. അപ്പോൾ ഈ ഫോൺസൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസും റിവ്യൂസൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതിനുശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് നല്ലൊരു ടെക് ന്യൂസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.